റഷ്യയുടെ ബോംബർ വിമാനമായ TU-95 രണ്ട് Su-35 യുദ്ധവിമാനങ്ങൾ എന്നിവ അലാസ്കയ്ക്ക് സമീപം കടന്നുകയറ്റ ശ്രമം നടത്തിയെന്ന് റിപ്പോർട്ട്. റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ യുദ്ധവിമാനങ്ങളെ അയച്ച് US പ്രതിരോധം തീർത്തു. കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യ പല നാറ്റോ രാജ്യങ്ങളിലും പ്രകോപനപരമായ കടന്നുകയറ്റ ശ്രമം നടത്തിയിരുന്നു. അലാസ്കയുടെ വ്യോമാതിർത്തിയോട് ചേർന്നുള്ള അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലാണ് റഷ്യൻ വിമാനങ്ങൾ എത്തിയതെന്ന് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത്. റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ അതിനെ പ്രതിരോധിക്കാൻ ഒരു E-3 സെൻട്രി കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനവും 2 F-16 യുദ്ധവിമാനങ്ങളും 2 KC-135 സ്ട്രോട്ടോ ടാങ്കറുകളും നിയോഗിച്ചതായി നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് അറിയിച്ചു. റഷ്യൻ വിമാനം അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ തന്നെ തുടർന്നുവെന്നും US-ന്റെയോ കാനഡയുടെയോ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിനോട് ചേർന്ന് റഷ്യൻ വിമാനങ്ങൾ എത്തുന്നത് പതിവാണെന്നും ഇതൊരു ഭീഷണിയായി കാണുന്നില്ലെന്നുമാണ് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് പറയുന്നത്. അലാസ്കയോട് ചേർന്നുള്ള US-ന്റെ അന്താരാഷ്ട്ര വ്യോമാതിർത്തി അവസാനിക്കുന്നിടത്താണ് അലാസ്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോൺ ആരംഭിക്കുന്നത്. ഈ പ്രദേശത്തെത്തുന്ന വിമാനങ്ങൾ സ്വയം തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട്. എന്നാൽ റഷ്യൻ വിമാനം ഈ നടപടിക്രമം പാലിക്കാത്തതിനെ തുടർന്നാണ് യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 26-ന് റഷ്യയുടെ ചാരവിമാനമായ IL-20 അലാസ്കയ്ക്ക് സമീപം ദീർഘനേരം പറന്നിരുന്നു. ഏതാണ്ട് 2.5 മണിക്കൂറോളം തുടർച്ചയായി പറന്നു. ഓഗസ്റ്റിൽ തന്നെ ഒരാഴ്ചയ്ക്കിടെ 4 പ്രാവശ്യം ഇത്തരം നീക്കങ്ങൾ ആവർത്തിച്ചു. അതിനു മുൻപ് ജൂലൈ, ഏപ്രിൽ, ഫെബ്രുവരി തുടങ്ങിയ മാസങ്ങളിലും റഷ്യൻ ചാരവിമാനം അലാസ്കയിൽ നിരീക്ഷണത്തിനെത്തിയിരുന്നു. യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ ഉക്രൈന് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അലാസ്കയിലേക്ക് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ എത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.